Hi all, magic morning. Magic morning. Okay. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? സുഖായിരിക്കണം. ഓക്കെ. എങ്ങനെ പോകുന്നു ഇപ്പം നമ്മുടെ ബി മാജിക് സെഷൻസ് ആണെങ്കിലും മെഡിറ്റേഷൻസ് ആണെങ്കിലും എല്ലാവർക്കും നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക്? ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ പറയാം, ഷെയർ ചെയ്യാം. നന്നായിരിക്കണം. ഓക്കെ ഓക്കെ ഫൈൻ. ഇപ്പം നോമ്പ് എടുക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും. നോമ്പ് ക്ഷീണങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? എല്ലാവരും ഓക്കെ അല്ലേ? നല്ല മോർണിംഗില് നല്ല ഒരു പോസിറ്റീവ് വൈബ് നമ്മുടെ ഈ ഒരു ബി മാജിക് ആണെങ്കിൽ തരുന്നില്ലേ? എന്താണ് എന്താരും ഒന്നും റിപ്ലൈ തരാത്തെ? മുഫി ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ജാഫർ സർ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോവാം. സോ മാക്സിമം പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്യാം. അപ്പം നിങ്ങൾ പോസ്റ്റർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ സ്കിയോളോയുടെ ടീം മെമ്പറും കൂടെ ആയിട്ടുള്ള ജാഫർ സാറാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി സെഷൻ എടുക്കാൻ പോകുന്നത്. ജാഫർ സാറെ കുറിച്ച് പറയുകയാണെങ്കിൽ കരിയർ കൗൺസിലിംഗ് സേഫ് സാറ് കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള കരിയർ കൗൺസിലിംഗ് ക്ലാസ്സുകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ് ജാഫർ സാറ്. സിജിയുടെ കരിയർ കൗൺസിലിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ ഈ ഇന്നത്തെ സാറിന്റെ ടോപ്പിക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പവർ ഓഫ് മോർണിംഗ് അല്ലെ? എല്ലാവരും രാവിലെ നല്ല ഫ്രഷ് മൈൻഡോട് കൂടെ നമ്മുടെ ഈ ബിമാജിലൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ളവരാണ്. സോ മോർണിംഗിന്റെ പവർ എന്താന്നുള്ളത് നമുക്ക് ജാഫർ സാർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരും. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ജാഫർ സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. ജാഫർ സാർ പ്ലീസ് വെൽക്കം. ജാഫർ സാർ ഓക്കെ ആണോ? ജാഫർ സാർ കേൾക്കുന്നുണ്ടോ? ഓക്കെ ആണോ? കേൾക്കാം. ഓക്കെ ശരി. കേൾക്കുന്നില്ല? എന്റെ സൗണ്ട് പ്രശ്നമുണ്ടോ? ഓഡിയബിൾ ആണ്. സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ റൈറ്റ്. Just 1 minute കേട്ടോ. Just 1 minute. Okay, fine. Okay. പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്യൂ കേട്ടോ. എവിടെ പോയി നമ്മുടെ റസാഖ് സർ, മണി സർ എവിടെ പോയി? എല്ലാ ദിവസവും ഫസ്റ്റ് കാണുന്ന ഫേസ് മണി സർ, റസാഖ്. അതെന്ത് പറ്റി? കറണ്ട് ഇല്ലേ റസാഖ് സർ? വീട്ടിലല്ല, പുറത്താണ്. ഓക്കെ. മണി സർ ഇതിലില്ലല്ലോ, എന്ത് പറ്റി അറിയോ ആർക്കേലോ? മണിസാർ ഇവിടെ പോയി അറിയില്ല. ഓക്കെ മൂഫി, എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, മുഫിയുടെ ഓരോ ചോദ്യങ്ങൾക്ക് എനിക്ക് തോന്നുന്നു റെസ്പോൺസ് കുറവാണെന്ന് തോന്നുന്നു അല്ലെ? ആളുകള് ഇങ്ങനെ ഉറക്കത്തിന്റെ ഒരു ചടവ് മാറിയിട്ടില്ലേ? എനിവേ, പിന്നെ നേരത്തെ മുഫീദ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പവർ ഓഫ് മോർണിംഗ് എന്നുള്ളതാണ്. അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം പവർ ഓഫ് മോർണിംഗിന്റെ പവർ എന്താണ്, പ്രത്യേകതകൾ എന്താണ് എന്നുള്ളത് അറിയുന്നവരാണ് നമ്മൾ കൂട്ടത്തിലുള്ള എല്ലാവരും. കാരണം അത് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ നമ്മുടെ ഈ ക്ലബിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക.
അപ്പോൾ അത് കൂടുതലായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും ഒരു മോഡേൺ സയൻസുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ റിലീജിയസുമായി ബന്ധപ്പെട്ട് മോഡേൺ സയൻസ് ഈ സമയത്തിനെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങൾ, അതുപോലെ റിലീജിയസ് ടെക്സ്റ്റുകൾ ഉണ്ടല്ലോ, മതഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്ന ഈ സമയത്തിന്റെ പ്രത്യേകതകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യുക എന്നുള്ളൊരു പണി മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. കൂടുതൽ ആളുകൾക്കും അറിയുന്നതായിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് കുട്ടികളുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ മക്കളുണ്ടാകും. അപ്പൊ ഈ കുട്ടികൾക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരുപാട് എന്താ പറയാ കഴിവുകളുണ്ട് അല്ലെ? ചെറിയ മക്കള്, കുട്ടികൾ എന്ന് പറയുമ്പോൾ 1 വയസ്സ് മുതൽ 7 വയസ്സ് വരെ പ്രായത്തിലുള്ള കുട്ടികൾ, ആ കുട്ടികൾക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്, അതുപോലെ തന്നെ കുറച്ച് കഴിവുകളുണ്ട്. ഒന്ന് ആർക്കെങ്കിലും ഒക്കെ ഒന്ന് പറയാൻ പറ്റും, ഈ 1 വയസ്സ് മുതൽ 7 വയസ്സ് വരെ ഉണ്ടാവുന്ന എന്താ അങ്ങനെ ഒരു സമയം, ഒരു കാറ്റഗറി ഓഫ് ടൈം നിശ്ചയിച്ച് എന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ സമയത്തുള്ള കുട്ടികൾക്കുള്ള കഴിവുകൾ എന്തൊക്കെയാന്നുള്ളതൊന്ന് നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പിന്നെ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടോ ഒന്ന് പറയാം. 1 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കാണുന്ന പൊതുവായിട്ടുള്ള കഴിവുകൾ എന്തൊക്കെയാണെന്നുള്ളത് ആർക്കെങ്കിലും ഒക്കെ ഒന്ന് പറയാൻ പറ്റുമോ? ടെക്സ്റ്റ് ചെയ്താലും മതി, അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ നന്നായി. അവർ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കും. പോസിറ്റീവ് ചോദിച്ചോണ്ടേയിരിക്കും. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, ക്യൂരിയോസിറ്റി കൂടുതലായിരിക്കും. വെരി ഗുഡ്. ക്യൂരിയോസിറ്റി കൂടുതലായിരിക്കും, നമ്മളെ അനുകരിച്ചുകൊണ്ടിരിക്കും. അനുകരിച്ചുകൊണ്ടേയിരിക്കും. വെരി ഗുഡ് പോയിന്റ് ആണ്. ശരി. ആ സമയത്തുള്ള അതൊന്ന് ജസ്റ്റ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. ആ സമയത്തുള്ള കുട്ടികളുടെ മാഡം പറഞ്ഞതുപോലെ ആ കുട്ടികളുടെ ഒരു സ്വഭാവം, 1 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കലല്ല മറിച്ച് അനുകരിക്കലാണ്. അനുസരിക്കലല്ല മറിച്ച് അനുകരിക്കലാണ്. പക്ഷെ നമ്മൾ ആ കുട്ടികളെ അനുസരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ശ്രമിക്കുക. അത് എക്സാക്ട്ലി എന്താണ്, അല്ലെങ്കിൽ എന്താണ്, ഡെഫിനറ്റ്ലി അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ആ കുട്ടികൾക്ക് അനുകരിക്കാനുള്ള വഴികളാണ് ആ സമയത്ത് നമ്മൾ തുറന്നു കൊടുക്കേണ്ടത്. 7 വയസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രായത്തിലാണ് കുട്ടികൾ അനുസരിക്കാൻ തുടങ്ങുക. അനുസരണത്തിന്റെ ഒരു ടൈം എന്ന് പറയുന്നത് 7 വയസ്സിന് ശേഷമാണ്. അപ്പൊ 7 വയസ്സ് വരെയുള്ള സമയം എന്ന് പറയുന്നത് അനുകരിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ 3 പോയിന്റ് പറഞ്ഞു. ഒന്ന്, നല്ല പോസിറ്റീവ് എനർജി ഉള്ള സമയമായിരിക്കും. അരുത് എന്ന് പറയുന്ന കാര്യം അവര് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, ഓക്കെ, ഗുഡ്. പിന്നെ വേറെന്താ? 4 പോയിന്റ് പറഞ്ഞു. വേറെ ആർക്കെങ്കിലും ഇനി ആഡ് ചെയ്യാനുണ്ടോ? ആ കുട്ടികളുടെ സമയത്തുള്ള കഴിവ് ക്വാളിറ്റീസ് അല്ലെങ്കിൽ കഴിവുകൾ, ആ സമയത്തുള്ള ക്യൂരിയോസിറ്റി ഒക്കെ വൺ ഓഫ് ദ ബെസ്റ്റ് ഉദാഹരണമാണ്. അതുപോലെ പവർ ഓഫ് എനർജി എന്നൊക്കെ പറയുന്നത്. പിന്നെ കൂടുതലും കളിക്കാനായിരിക്കും താല്പര്യം, കളികളോട് ഫസ്റ്റ്. ഓക്കെ, 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 ഗുഡ്. ഇപ്പൊ അംഗൻവാടിയിലൊക്കെ നമ്മള് ക്ലാസ് എടുക്കുന്ന സമയത്ത് രാവിലെ ചെന്നിരുന്ന ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മാത്രമേ അവർ അടങ്ങി ഒതുങ്ങി ഇരിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും കളിക്കണം, അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് ചിന്ത പോവുക. ആകെ 1 മണിക്കൂറേ കിട്ടുള്ളൂ. ഒതുങ്ങി 1 മണിക്കൂർ തന്നെ കിട്ടുന്നത് കുറവാണ്. കാരണം 1 മണിക്കൂർ തന്നെ കിട്ടില്ല അവരെന്നെ. കുറച്ചു നേരം ഒന്ന് ഒതുങ്ങിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കളിച്ചുകൊണ്ടേയിരിക്കണം. ശരി, ശരി. അത് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഈ 1 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾ എന്ന് പറയുന്നത് അവരുടെ ശാരീരിക വളർച്ചയും ഭൗതിക വളർച്ചയും, ബുദ്ധി വളർച്ചയും ശാരീരിക വളർച്ചയും സംഭവിക്കുന്നത് കളിയിലൂടെയാണ്. ആ ഒരു പോയിന്റ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. അഥവാ കുട്ടികളുടെ ആ 1 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ബുദ്ധി വളർച്ചയും അതുപോലെ ശാരീരിക വളർച്ചയും സംഭവിക്കുന്നത് കളിയിലൂടെയാണ്. കളി എത്രത്തോളം നടക്കുന്നു ആ സമയത്ത് അത്രത്തോളം കുട്ടിയുടെ ബുദ്ധി വളർച്ച, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റും ഉണ്ടാകും, അതുപോലെ തന്നെ അവർ ഫിസിക്കൽ ഡെവലപ്മെന്റും ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ അതുകൊണ്ടാണ് കുട്ടികൾ അവരുടെ ശാരീരിക വളർച്ചയും ബുദ്ധി വളർച്ചയും കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് അവരിങ്ങനെ കളിയിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. അത് അവരുടെ ഒരു ശീലമായിരിക്കും, അല്ലെങ്കിൽ ഹാബിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ നേച്ചർ ആയിരിക്കും. അപ്പൊ കുട്ടികൾ ആ സമയത്ത് ഒരു രക്ഷിതാവിന് ശരിക്കും കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ്, ഈ പിന്നെ സൈക്കോളജിസ്റ്റുകളൊക്കെ പറയാറുണ്ട്, ഒരു രക്ഷിതാവിന് ഒരു കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്തെങ്കിലും ടോയ്സ് വാങ്ങിച്ചു കൊടുക്കലോ അതല്ലെങ്കിൽ സംതിങ് കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫുഡ് വാങ്ങിച്ചു കൊടുക്കലോ ഒന്നുമല്ല, മറിച്ച് ആ കുട്ടിയോടൊപ്പം ചേർന്ന് കളിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്നൊക്കെ സൈക്കോളജിസ്റ്റുകൾ പറയാറുണ്ട്.
അപ്പൊ ആ സമയത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ശാരീരിക വളർച്ചയും ബുദ്ധി വളർച്ചയും സംഭവിക്കുന്ന എങ്ങനെയാണ്? കളിയിലൂടെയാണ്. അതുകൊണ്ടാണ് മേഡം കുട്ടികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കുന്നത്. കളിയെ നമ്മൾ എത്രത്തോളം നിയന്ത്രിക്കുന്നോ, കട്ട് ചെയ്യുന്നോ, ലിമിറ്റ് ചെയ്യുന്നോ, അത്രത്തോളം കുട്ടിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റും ഫിസിക്കൽ ഡെവലപ്മെന്റും കുറയും എന്നുള്ളതാണ്. ശരി, ഓക്കെ. അപ്പോ പിന്നെ നോ ഫിയർ, കുട്ടികൾക്ക് ആ സമയത്ത് പേടി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. അറ്റ് പ്രസന്റ് ദേ നീഡ് ടു പ്ലേ വിത്ത് മൊബൈൽ. ഇന്നത്തെ കാലഘട്ടത്തിൽ ആ പ്രായത്തിലുള്ള കുട്ടികൾക്കും മൊബൈലിൽ കളിക്കാനാണ് താല്പര്യം ഉണ്ടാവുക എന്നുള്ളതാണ് കൃഷ്ണമൂർത്തി പറഞ്ഞത്. അവിടെ കൃഷ്ണമൂർത്തി മേഡം പിന്നെ അതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് ആണ് അതിലേക്ക് ചേർത്ത് വായിക്കേണ്ടത്. കാരണം എന്താണ്? കുട്ടികൾ അനുകരിക്കുകയാണ് ചെയ്യുക, അനുസരിക്കലല്ല. മനസ്സിലായോ? കുട്ടികൾ സ്വാഭാവികമായിട്ടും രക്ഷിതാക്കൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നോക്കി അത് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു സ്വഭാവക്കാരായിരിക്കും. അപ്പോ ചെറിയ മക്കൾ മൊബൈൽ ഉപയോഗിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം രക്ഷിതാക്കൾ അനുകരിക്കുക എന്നുള്ളതാണ്. ക്ലിയർ ആയോ? അപ്പോ അതാണ് അതിന്റെ ഒരു സംഭവം. ആ ഒരു വീട്ടിൽ കുട്ടികളുടെ ഇടയിൽ നിന്ന് രക്ഷിതാക്കളുടെ മൊബൈൽ ഉപയോഗം എത്രത്തോളം കുറവാണോ, കൺട്രോൾ ചെയ്യുന്നുണ്ടോ, അത്രത്തോളം ആ കുട്ടികൾ മൊബൈലിന്റെ ഉപയോഗവും കുറവായിരിക്കും. അവിടെ സംഭവിക്കുന്ന കെമിസ്ട്രി എന്ന് പറയുന്നത് രക്ഷിതാക്കളെ അനുകരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളിപ്പോ കുട്ടികൾക്ക് ചെരുപ്പൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവും, ചെരുപ്പില്ലേ, ചെറിയ ചെരുപ്പൊക്കെ. പക്ഷെ കുട്ടികൾ ആ ചെരുപ്പല്ല ഇട്ട് നടക്കുക. നമ്മുടെ മുതിർന്ന ആളുകളുടെ ചെരുപ്പായിരിക്കും കുട്ടികൾ ഇട്ട് നടക്കുക. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മളെ ചെരുപ്പ് ഇട്ട് നടക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഞാനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കുട്ടികൾക്ക് ചെരുപ്പൊക്കെ വാങ്ങി 1-2 ചെരുപ്പ് വാങ്ങി കൊടുത്തിട്ടുണ്ടാവും. എന്നാലും പുറത്തേക്ക് പോകുമ്പോൾ നമ്മളെ ചെരുപ്പായിരിക്കും അവരിട്ട് നടക്കുക. അതെന്താണ്? നേരത്തെ പറഞ്ഞ അനുകരണമാണ്. കുട്ടികൾ ചെറിയ ചെരുപ്പിട്ട് നടക്കുന്നത് കാണുന്നില്ല. മുതിർന്ന ആളുകളൊന്നും എന്ത് ചെയ്യുന്നില്ല, ആരും ചെറിയ ചെരുപ്പിട്ട് നടക്കുന്നത് കാണുന്നില്ല, വലിയ ചെരുപ്പിട്ട് നടക്കുന്നത് കാണും. അപ്പൊ നമ്മുടെ ചെരുപ്പിട്ട് ഇങ്ങനെ നടക്കും. ശരി, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കഴിവുകളുണ്ട്. രണ്ടും കൂടിയാണ് ഇപ്പൊ നിങ്ങൾ മിക്സ് ചെയ്ത് പറഞ്ഞത്. കഴിവുകളുണ്ട്, അതുപോലെ തന്നെ ആ കുട്ടികൾക്ക് എന്തുണ്ട്, പ്രത്യേകതകളുണ്ട്, ചില പ്രത്യേകതകളുണ്ട്. അപ്പൊ ഈ കഴിവുകളെല്ലാം കുട്ടികൾക്ക് ഉണ്ടാവുന്ന ആ കഴിവുകളെല്ലാം മനുഷ്യനിക്ക് അഥവാ മുതിർന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരു ടൈമിന്റെ പേരാണ് ശരിക്കും ഈ ഏർലി മോർണിംഗ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് നമ്മൾ എന്തൊക്കെ ക്വാളിറ്റീസ് പറഞ്ഞോ, പവർ ഓഫ് ക്യൂരിയോസിറ്റി പറഞ്ഞു, അതുപോലെ തന്നെ നോ ഫിയർ എന്ന് പറഞ്ഞു, കോൺഫിഡൻസ്, ഇങ്ങനെയൊക്കെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. ഇതൊക്കെ ഒരു മനുഷ്യർക്ക് ഉണ്ടാകുന്ന ഒരു ടൈമാണ് ഏത്? ഈ ഏർലി മോർണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. നമുക്ക് മനസ്സിലായോ? കുട്ടികൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ടോ ആ കഴിവുകളെല്ലാം മനുഷ്യനിക്ക് ഒരു 24 മണിക്കൂറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ടൈമാണ് ഈ ഏർലി മോർണിംഗ് എന്ന് പറയുന്നത്. അതുപോലെ കുട്ടികളുടെ പ്രകൃതം, സ്വഭാവം എന്ന് പറഞ്ഞു. കുട്ടികൾക്ക് ഒരുപാട് സ്വഭാവമുണ്ട്. അവർ വളരെ നൈർമല്യ ഹൃദയമുള്ളതായിരിക്കും, വളരെ കെയറിങ് ആയിരിക്കും, വളരെ ലവിങ് ആയിരിക്കും. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് കുട്ടികൾ, ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ പറയും. അത് മനുഷ്യനിക്ക് ഉണ്ടാവുന്ന ഒരു ടൈമാണ് ഈ ഏർലി മോർണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കൂ, അപ്പൊ ഒരു മനുഷ്യന്മാർ വളരെ ഹാർഡായിട്ട്, റഫായിട്ട്, റൂട്ടായിട്ടൊക്കെ പെരുമാറുന്ന ആളുകൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, അവർ ഏർലി മോർണിംഗിൽ എണീക്കുന്ന ആളുകളായിരിക്കില്ല. അങ്ങനെ ഈ പറയുന്ന കുട്ടികളുടേതായ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ ഉണ്ടായിത്തീരും ഏർലി മോർണിംഗിൽ എണീക്കുന്ന ആളുകൾക്ക്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട 2 പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഒന്ന്, കുട്ടികൾക്കുണ്ടാവുന്ന കഴിവുകൾ, കുട്ടികൾക്കുണ്ടാവുന്ന കോൺഫിഡന്റ്, അതുപോലെ ക്യൂരിയോസിറ്റി, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു സ്ലൈഡ് ഷെയറിങ് ഞാൻ ചെയ്യുന്നില്ല. അപ്പൊ ആ ഒരു ഇതൊക്കെ നമുക്ക് ഉണ്ടാകുന്ന ഒരു ടൈമാണ് ഈ ഏർലി മോർണിംഗ് എന്ന് പറയുന്നത്. വളരെ ക്രിയേറ്റിവിറ്റി ഉണ്ടാവും കുട്ടികൾക്ക് ആ സമയം. അപ്പൊ നമുക്ക് നല്ല ക്രിയേറ്റിവിറ്റി ഉത്പാദിപ്പിക്കപ്പെടുന്ന സമയമാണ്. ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു ടൈമാണ് ഈ ഏർലി മോർണിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളുടെ സ്വഭാവം, കുട്ടികളെല്ലാവരും ഇഷ്ടപ്പെടും. കാരണം എന്താ? കുട്ടികൾ നമുക്ക് എന്ത് തന്നിട്ടാണ്? അല്ല, അവരുടെ ആ സ്വഭാവത്തെയും പെരുമാറ്റത്തെയാണ്, അവരുടെ ചിരി, അവരുടെ ലവിങ്, കെയറിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ആ ഒരു സാധനം, ആ ഒരു പ്രത്യേകതകളും നമ്മിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന സമയമായിരിക്കും ഏർലി മോർണിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടാവും വിചാരിക്കുന്നു. അപ്പോ ഈ 2 ക്വാളിറ്റീസ് നമുക്ക് ഉണ്ടാവണമെങ്കിൽ ഏർലി മോർണിംഗിൽ നമ്മൾ എണീക്കണം. ഇനി പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഈ ഒരു സമയത്തിന് ഈ റിലീജിയസ് ടെക്സ്റ്റുകൾ പറയുന്ന കുറച്ച് പ്രത്യേകതകളുണ്ട്. ഹിന്ദു മിത്തോളജിയിൽ, ഹിന്ദു വേദഗ്രന്ഥങ്ങളിൽ ഈ സമയത്തിന് പറയുന്ന ഒരു പേരുണ്ട്. അതാർക്കെങ്കിലും അറിയോ? വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണത്. എല്ലാവരും ആ പേര് കേട്ടാൽ തന്നെ ആ സമയത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാവും. ബ്രഹ്മമുഹൂർത്തം. വെരി ഗുഡ്, എക്സലന്റ്, വെരി ഗുഡ്. ബ്രഹ്മമുഹൂർത്തം,
ബ്രഹ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ്. ദൈവം. മുഹൂർത്തം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ടൈം. അപ്പൊ ദൈവത്തിന്റെ സമയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സമയമാണ് ഈ ഏർലി മോർണിംഗ് എന്ന് പറയുന്നത്. ഇത് എത്ര മണിയാണ് സമയം എന്ന് അറിയാം നിങ്ങൾക്ക്? ഈ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് നമുക്ക് ടൈം വെച്ച് പറയുകയാണെങ്കിൽ എത്ര മണിയാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? ഏതാണ് ടൈം എന്ന് പറയുന്നത്? 3 മണിയോ? 3:30. ആ 3:30. 3:30 എന്നാണ് 3:30 അല്ലേ പറഞ്ഞത്? 3:30 AM. ആ ഓക്കെ 3:30 AM. വെരി ഗുഡ്. ഓക്കെ. ബ്രഹ്മ അത് എത്ര മണി വരെ ഉണ്ടെന്ന് അറിയോ ഏകദേശം? 3:30 to എത്ര മണി വരെ ഉണ്ട്? 6:30. 7:30. 6:30. അതെ 5:40. 5:30 വരെ, ഏകദേശം 5:30 വരെയാണ് ആ ഒരു സമയം എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ പറയാം. ഒരു 5:30 വരെയുള്ള സമയത്തിന് പറയുന്ന പേരാണ് ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സമയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സമയമാണ്. അതുപോലെ നോക്കൂ, ഖുർആൻ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനും ഒരു സമയത്തെ എടുത്തിട്ട് സത്യം ചെയ്തിട്ടുണ്ട്. ഖുർആനിൽ കുറെ കാര്യങ്ങൾ എടുത്ത് സത്യം ചെയ്ത് പറയുന്നുണ്ട്. ഇന്നതിനെ സത്യം ചെയ്ത് പറയുന്നുണ്ട്. അതിലൊരു സമയമാണ് ഈ വല്ലുഹ എന്ന് പറയുന്നത്. ലുഹ സമയം തന്നെയാണ് സത്യം. അത് ഏതാണ്? ഈ ബ്രഹ്മ മുഹൂർത്താണ്. ഈ ലുഹ സമയം എന്ന് പറയുന്നത് അതിന്റെ വ്യാഖ്യാനങ്ങളിൽ കാണുന്നത് എന്താണ്? ഈ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്ന ഒരു സമയമാണ്. ആ സമയം തന്നെയാണ് സത്യം. സത്യം ചെയ്തൊരു പറയാണ്. ഒരു കാര്യം പറയുന്നതിന് മുന്നേ സത്യം ചെയ്യുന്നത് ഈ ടൈമിന് എടുത്തിട്ടാണ് പറയുന്നത്. ഈ ടൈമിന് എടുത്തിട്ടാണ് വല്ലുഹ എന്ന് പറയുന്നത്. അപ്പോ ഞാൻ പറഞ്ഞില്ലേ, മതഗ്രന്ഥങ്ങളിലും ഈ സമയത്തിന്, ഈ ഏർലി മോർണിംഗിനെ അഥവാ ഈ ബ്രഹ്മ മുഹൂർത്തത്തെ എന്ത് ചെയ്യുന്നുണ്ട്? മതഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് സത്യം ചെയ്യപ്പെട്ട ഒരു സമയമാണ്. അത്രക്കും പ്രാധാന്യമുണ്ട്. നിങ്ങൾക്കറിയുമോ രക്ഷിതാക്കളെ, ഞാനൊരു ഗ്രന്ഥത്തിൽ വായിച്ചിട്ടുണ്ട്, ഒരു ഹിസ്റ്റോറിക്കൽ, ഒരു രാജ്യത്തിന്റെ ഒരു ഹിസ്റ്ററി വായിച്ച സമയത്ത് ഈജിപ്ത് എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. ഈ ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യത്തുള്ള ജനങ്ങള്, അവിടെയുള്ള എല്ലാ രക്ഷിതാക്കളും കുട്ടികളെ ഒരു 4 മണിയാണ് സമയത്ത് എന്താ പറയുക, ചെറിയ ബേബീസ് ഒക്കെ ഉണ്ടാവല്ലോ, അവരൊക്കെ ഈ 4 മണി സമയം ഓക്കെ. അപ്പോ എന്താണ് ഈ സമയത്ത് പിന്നെ ഇതിനെ എടുത്ത് സത്യം ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോ എന്താണെന്ന് വെച്ചാൽ ഈ ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യത്ത് അവിടെയുള്ള രക്ഷിതാക്കൾ എന്ത് ചെയ്യുന്ന അറിയോ? ഈ 4 മണിയാകുന്ന സമയത്ത് അവിടെയുള്ള എല്ലാ കുട്ടികളെയും എന്ത് ചെയ്യുന്ന അറിയോ? ഒന്ന് പിന്നെ അവരെ തൊട്ടിലി പിടിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് എന്ത് ചെയ്യുന്ന അറിയോ? ജസ്റ്റ് ഒന്ന് ഉണർത്തും കുട്ടികളെ. അത് അവിടെയുള്ള എല്ലാ കുട്ടികളെയും എന്ത് ചെയ്യും? രക്ഷിതാക്കൾ ചെറിയ ബേബീസിനൊക്കെ ഒന്ന് ബെഡിൽ കിടക്കുന്ന കുട്ടികളാണെങ്കിൽ അവരൊന്ന് തലോടിയിട്ട് എന്ത് ചെയ്യും? ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്യും. തൊട്ടിലിൽ കിടത്തിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യും? ഒന്ന് ഇങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്നൊരു ഉണർത്തുന്ന ഒരു സ്വഭാവം അവിടെയുണ്ട്. ജസ്റ്റ് ഒന്ന് ഉണർത്തും. അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു ഉണരേണ്ട ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ വളർത്തുന്ന ഒരു രാജ്യമുണ്ട്. അതാണ് ഈജിപ്ത് എന്ന് പറയുന്നത്. അപ്പൊ അവര് ആ സമയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾക്ക് ആ സമയത്ത് കുട്ടികൾക്ക് കിട്ടേണ്ട കുറെ, ആ സമയത്തിന്റെ പ്രത്യേകത മൂലം കുട്ടികൾക്ക് കിട്ടേണ്ട ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടല്ലോ, അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവരെ എന്ത് ചെയ്യും? അങ്ങനെ ചെയ്യാറുണ്ട് എന്നുള്ളത് ഞാൻ വായിച്ചിട്ടുണ്ട് ഒരു ഗ്രന്ഥത്തിൽ. അപ്പൊ ആ ഒരു സമയത്തിന്റെ പ്രത്യേകതയിൽ പെട്ടതാണ്. പിന്നെ നോക്കൂ, ഇനിയിപ്പോ സയൻസ് പറയുന്നത്, ഈ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഈ എന്താണ്, ഈ പ്രസവമൊക്കെ കഴിഞ്ഞ ചെറിയ കുട്ടികളെ ഈ സൂര്യപ്രകാശം കാണിപ്പിക്കുക എന്നൊക്കെ പറയും. ഈ മഞ്ഞപ്പിത്തം ഇതൊക്കെയുള്ളതിനൊക്കെ സൂര്യപ്രകാശം ഇങ്ങനെ കാണിപ്പിക്കുക എന്ന് പറയും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ സമയത്ത് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ സൂര്യനിൽ നിന്ന് പിന്നെ പുറത്തേക്ക് വരുന്ന കിരണങ്ങൾ ഉണ്ടല്ലോ, ആ കിരണങ്ങൾ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് കിരണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ ഏർലി മോർണിംഗിൽ ആ ഒരു സമയത്തൊക്കെ വെച്ചാൽ സൂര്യനിൽ നിന്നുണ്ടാകുന്ന എന്താണ് ഗാമ അതൊക്കെ കുറച്ച് പേരുകളൊക്കെ ഉണ്ട്. ആ ഒരു സാധനം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കണം എന്നുള്ള, അത് നമ്മുടെ ഹെൽത്തിനെ നന്നായിട്ട് എന്ത് ചെയ്യും? ഈ രോഗപ്രതിരോധ ശേഷി അതുപോലെയുള്ള ഒരുപാട് വൈറ്റമിൻസ് കാര്യങ്ങളൊക്കെ മനുഷ്യനിക്ക് കിട്ടുന്ന ഒരു സമയമാണ് ഈ ഏർലി മോർണിംഗിൽ ജനിക്കുന്ന ആളുകൾക്ക്. ആ ഒരു കിരണങ്ങൾ എന്താണ് ഇതിന് പറയാ, രശ്മികളിലൂടെ നമുക്ക് കിട്ടേണ്ട ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ആ സമയത്ത് ഉണർന്നിരിക്കുന്ന ആളുകൾക്കാണ് ആ ഒരു എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് നമ്മളെ ബോഡിക്ക് സംശീകരിച്ചെടുക്കാൻ പറ്റുക. അത് അപ്പൊ അങ്ങനെ ഈ രാവിലെ എണീക്കുന്ന ഏർലി മോർണിംഗിൽ എണീക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും? അപ്പൊ ഇത്തരത്തിലുള്ള സൂര്യനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു തരം രശ്മികൾ, ആ രശ്മിയിൽ നിന്നൂടെ ബോഡിക്ക് കിട്ടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അതിന്റെ ഒരു ഫലം നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുട്ടികളുടെ, നമ്മൾ ഡോക്ടർമാരൊക്കെ പറയാറുണ്ട് ചെറിയ കുട്ടികളെ സൂര്യപ്രകാശത്തെ കാണിച്ചാൽ മതി എന്ന്. ഒരു 8 മണിയായിട്ട് കാണിക്കാൻ പറയില്ല. ആ വളരെ ഏർലി മോർണിംഗ്, ആ പ്രഭാതത്തിൽ ഉയർന്നു വരുന്ന ആ ഒരു ടൈമിലുള്ള കിരണങ്ങൾ.
അപ്പൊ ആ ഒരു സമയത്തുള്ള ഇത് എന്താ വെച്ചാൽ നമ്മുടെ ബോഡിക്ക് വളരെയധികം ആവശ്യമുള്ള നമ്മൾ ഉണർന്നിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതൊരു മറ്റൊരു പ്രത്യേകത. ഇനി വളരെ ഒരു പോയിന്റും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, നമ്മുടെ മനുഷ്യന്റെ ബ്രെയിൻ ഉണ്ടല്ലോ, മനുഷ്യന്റെ ബ്രെയിൻ, തലച്ചോറ്, ബുദ്ധി എന്നൊക്കെ നമ്മൾ പറയും. ഈ ബുദ്ധിക്ക് 2 പാർട്ട് ഉണ്ട്. വളരെ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഫ്രണ്ട് പാർട്ടിന് എന്താ പറയാ, ഷോർട്ട് ടൈം മെമ്മറി എന്നുള്ളതും, പിന്നെ കുട്ടിക്ക് ഗോൾഡൻ കളർ വരുമെന്ന് പറയും. ഓക്കെ. പിന്നെ എന്താണ് ഈ ചെറിയ ഫ്രണ്ട് പാർട്ടിന് ഷോർട്ട് മെമ്മറി എന്നും, ബാക്ക് സൈഡിലുള്ള നമ്മുടെ ബുദ്ധിയുടെ ഈ പാർട്ടിന് പിന്നെ ലോങ് ടൈം മെമ്മറി എന്നും പറയും. അപ്പൊ എന്തായാലും ഷോർട്ട് ടൈം മെമ്മറിയുടെയും ലോങ് ടൈം മെമ്മറിയുടെയും പ്രത്യേകത എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുന്നു, ആ ഒരു കാര്യം നമ്മൾ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഓർത്തെടുക്കാൻ പറ്റും. എന്തേലും ഇപ്പൊ നേരത്തെ പറഞ്ഞിരുന്നത്, എന്തേലും ഇപ്പൊ സാറ് പറഞ്ഞു, എന്തേലും ഇപ്പൊ സാറ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ സമയത്ത് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ ഓർത്തെടുക്കാൻ പറ്റാത്ത കാര്യം എന്ന് പറയുന്നത്, അതിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ കേട്ട കാര്യങ്ങൾ, ആ ഒരു കേട്ട് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ ഷോർട്ട് ടൈം മെമ്മറിയിലാണ്. ഷോർട്ട് ടൈം മെമ്മറിയിൽ നമ്മൾ ഒരു കാര്യം സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് മറന്നുപോകും. ഷോർട്ട് ടൈം മെമ്മറിയുടെ പ്രത്യേകതയാണ്. അതിൽ കുറച്ച് നേരെ അതിന്റെ ഒരു ഇലാസിറ്റി കിട്ടുള്ളൂ, കുറച്ച് സമയത്തേക്ക് കിട്ടുള്ളൂ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മറന്നു പോകും. ലോങ് ടൈം മെമ്മറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഒരു ഓർത്തെടുത്ത് സംസാരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, ഓർത്തെടുത്ത് പറയുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, ആ ഡാറ്റകളെല്ലാം നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ഈ ലോങ് ടൈം മെമ്മറിയിലാണ്. ലോങ് ടൈം മെമ്മറിയിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റീയൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വീണ്ടും നമുക്ക് ഓർത്തെടുക്കാനും അതുപോലെ തന്നെ വീണ്ടും നമുക്ക് ഉപയോഗിക്കണമെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ലോങ് ടൈം മെമ്മറിയിൽ സേവ് ചെയ്ത് വെക്കണം. ഇപ്പോ നമ്മുടെ ചെറുപ്പത്തിൽ ഇപ്പം മദർസിലൊക്കെ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ, പ്രാർത്ഥനകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഇങ്ങനെ ചെല്ലുന്നുണ്ട്. അത് എവിടെ നമുക്ക് കിട്ടുന്നത്, അത് നമ്മുടെ ലോങ് ടൈം മെമ്മറിയിൽ നമ്മൾ അത് സേവ് ചെയ്ത് വെച്ചതുകൊണ്ടാണ്. സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ, നമ്മുടെ ഒരുപാട് പ്രാർത്ഥനകൾ, മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ റീയൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങളുടെ രക്ഷിതാക്കളുടെ പേര്, നിങ്ങളുടെ കുട്ടികളുടെ പേര്, ഇതൊക്കെ നിങ്ങൾ എവിടെ സേവ് ചെയ്ത് വെച്ചതുകൊണ്ടാണ്, നിങ്ങളുടെ ഈ ലോങ് ടൈം മെമ്മറിയിൽ സേവ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അത് റീയൂസ് ചെയ്യാൻ പറ്റുന്നത്. റീയൂസ് ചെയ്യാൻ പറ്റാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഷോർട്ട് ടൈം മെമ്മറിയിൽ. ഇപ്പൊ ചില കുട്ടികളൊക്കെ പരീക്ഷയൊക്കെ വരുന്ന സമയത്തൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും, എന്നിട്ട് പരീക്ഷാ ഹാളിൽ എത്തിയതിനു ശേഷം അത് മറന്നുപോയി എന്നൊക്കെ പറയാറുണ്ട്. ചിലപ്പോൾ എന്റെ അടുത്തൊക്കെ കൗൺസിലിംഗ് വരുന്ന സമയത്ത് രക്ഷിതാക്കൾ പറയും, ഓള് നന്നായിട്ട് പഠിക്കും, ഇരുന്ന് പഠിക്കലാണ് സാറേ, പക്ഷെ പരീക്ഷാ ഹാളിൽ എത്തിയാൽ ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ല, ഇതൊക്കെ മറന്നുപോകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ കാരണം എന്താണ്, ആ കുട്ടി പഠിച്ചതെല്ലാം എവിടെയാണ്, ഷോർട്ട് ടൈം മെമ്മറി ഉപയോഗിച്ചിട്ടാണ്, ഷോർട്ട് ടൈം മെമ്മറി വെച്ചിട്ടാണ് പഠിച്ചത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഷോർട്ട് ടൈം മെമ്മറിയിൽ നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ അത് ഷുവർ ആയിട്ടും അത് മറന്നു പോകും. ലോങ് ടൈം മെമ്മറിയിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ഓർത്തെടുക്കാനൊക്കെ റീയൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ കുട്ടികൾ പരീക്ഷാ ഹാളിലെത്തി മറന്നു പോകുന്ന ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം ആ കുട്ടി ഷോർട്ട് ടൈം മെമ്മറിയിൽ എന്ത് ചെയ്തുകൊണ്ടാണ്, അത് പഠിച്ചതുകൊണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നമ്മൾ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വീണ്ടും യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ലോങ് ടൈം മെമ്മറിയിൽ വന്നു കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റീയൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഈ ഏർലി മോർണിംഗ് എന്ന് പറയുന്ന സമയം, ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോങ് ടൈം മെമ്മറി ഫുൾ പവറിൽ ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു സമയമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അഥവാ നമ്മൾ ഈ ഏർലി മോർണിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഷോർട്ട് ടൈം മെമ്മറി ആക്റ്റീവ് ആകും, അതുപോലെ ലോങ് ടൈം മെമ്മറിയും ആക്റ്റീവ് ആകും. എന്നാൽ ഈ ഏർലി മോർണിംഗിൽ ബ്രഹ്മ മുഹൂർത്തത്തിൽ മനുഷ്യന്റെ ലോങ് ടൈം മെമ്മറി മാത്രമാണ് എന്ത് ചെയ്യുക, ആക്റ്റീവ് ആയിരിക്കുക. ഷോർട്ട് ടൈം മെമ്മറി ഡൗൺ ആയിരിക്കും. പിന്നെ ലോങ് ടൈം മെമ്മറിയുടെ സെല്ലുകൾ നന്നായിട്ട് ഹൈപ്പറായിട്ട് ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. എന്താണോ നിങ്ങൾ കൊടുക്കുന്നത് അത് അതേപോലെ ഡയറക്റ്റ് നമ്മുടെ ലോങ് ടൈം മെമ്മറിയിൽ സേവ് ആകുന്ന ഒരു സമയമാണ് ഈ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയം. അപ്പൊ നമുക്ക് എന്തൊക്കെയാണോ ജീവിതത്തിൽ ആവശ്യമുള്ളത്, എന്തൊക്കെയാണോ നമുക്ക് പഠിച്ചെടുക്കേണ്ടത്, ഇതിനൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ട ഒരു സമയമാണ് ഈ ബ്രഹ്മ മുഹൂർത്തം. കുട്ടികൾ, നിങ്ങളുടെ മക്കളോടൊക്കെ നിങ്ങൾ പറയേണ്ടത്, കുട്ടികളിൽ പഠനം ഏറ്റവും കാര്യക്ഷമമായി നടക്കണമെങ്കിൽ അല്ലെങ്കിൽ നടക്കുന്ന ഒരു സമയമുണ്ടെങ്കിൽ അത് ഈ പറയുന്ന ഏർലി മോർണിംഗ് ടൈമാണ്. ആ ഏർലി മോർണിംഗ് ടൈം നമ്മൾ എന്താണോ പഠിക്കുന്നത് അത് ആ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ലോങ് ടൈം മെമ്മറിയിൽ സേവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. നമ്മൾ സയൻസിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനെ കുറിച്ചിട്ട്. നമ്മുടെ ലോങ് ടൈം മെമ്മറിയുടെ സെല്ലുകളായിരിക്കും ആ സമയത്ത് ഇങ്ങനെ ആക്റ്റീവ് ആയിരിക്കുക. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോർണിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ രണ്ടും ഇതും ആക്റ്റീവ് ആവും. അപ്പൊ രണ്ടും ആക്റ്റീവ് ആവുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും, അത് ആദ്യം ഷോർട്ട് ടൈം മെമ്മറിയിലായിരിക്കും. പിന്നെ നമ്മുടെ അത് യൂസ് ചെയ്ത് റീവർക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ലോങ് ടൈം മെമ്മറിയിലേക്ക് കയറ്റുക.
അപ്പോൾ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ലോങ് ടൈം മെമ്മറിയിലേക്ക് കാര്യങ്ങൾ പതിക്കുന്ന ഒരു ടൈമാണ് ഈ എന്ത് പറയുന്നത്, ഈ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത്. ബ്രഹ്മ മുഹൂർത്തത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഇതുമായി ചേർത്ത് തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ സമയത്ത് നമ്മൾ എന്ത് കാര്യത്തിലാണോ നമ്മൾ എൻഗേജ് ചെയ്യുന്നത് ആ കാര്യം അതിന്റെ മാക്സിമത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു സമയമായിരിക്കും ഈ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത്. മനസ്സിലായില്ല? നിങ്ങൾ ആ സമയത്ത് എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് അതിന്റെ ഏറ്റവും ഹൈ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഈ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരൊറ്റ ഒരു ഉദാഹരണമാണെന്ന് അറിയാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഉറങ്ങാൻ ഏറ്റവും കൂടുതൽ സുഖമുള്ള സമയം എപ്പോഴാ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഉറങ്ങാൻ ഏറ്റവും കൂടുതൽ സമയം സുഖമുള്ള സമയം ഈ ടൈം തന്നെ ബ്രഹ്മമുഹൂർത്തം തൊട്ടിട്ട്. നോ ഡൗട്ട്. അതിൽ ആർക്കും രണ്ട് അഭിപ്രായം ഉണ്ടാവില്ല. ഈ വളരെ പ്രഭാതത്തിന്റെ ഈ സമയമായിരിക്കും ഉറങ്ങാൻ ഏറ്റവും കൂടുതൽ സുഖമുള്ള സമയം. മനസ്സിലായോ? നിങ്ങൾ ആ സമയത്ത് ഉറങ്ങാനും വേണ്ടിയിട്ടാണ് ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സുഖമായി എൻജോയ് ചെയ്ത് ഉറങ്ങാൻ പറ്റുന്ന സമയം ഈ പ്രഭാതത്തെ സമയമായിരിക്കും, ഏർലി മോർണിംഗ് ആയിരിക്കും. നിങ്ങൾ ആ സമയത്ത് പഠനത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് പഠനം സംഭവിക്കുന്ന സമയമായിരിക്കും. മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു സെൽഫ് ഡെവലപ്മെന്റ് വേണം, നിങ്ങൾക്ക് ഒരു പുതിയ സ്കില്ല് ആർജിക്കണം, ഇങ്ങനെയുള്ള തീരുമാനങ്ങളോ ആശയങ്ങളോ ഒക്കെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ട ഒരു സമയമാണ് ഈ ബ്രഹ്മ മുഹൂർത്തം. ഈ സമയത്ത് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾ അല്ലാത്ത ഒരു സമയം 5-6 മണിക്കൂറും ഉപയോഗപ്പെടുത്തുന്ന സമയമാണ് ഈ 4 മണി മുതൽ ഈ 5:30 വരെയുള്ള ഒരു സമയം എന്ന് പറയുന്നത്. ഈ 1.5 അല്ലെങ്കിൽ 2 മണിക്കൂർ എന്ന് പറയുന്നത് മറ്റു സമയത്തിന് 6-7 മണിക്കൂർ നിങ്ങൾ ഉപയോഗിക്കുന്നതിലേറെ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഗുണം കിട്ടുന്ന ഒരു ടൈം ആയിരിക്കും ഈ ഏർലി മോർണിംഗ് എന്ന് പറയുന്ന ഈ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത്. ഒരു 4 മണിക്കൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ 4 മണി മുതൽ 5:30 വരെയുള്ള സമയം കുട്ടികളോടൊക്കെ പറയാം. അവർക്ക് ഇപ്പൊ മാത്സിൽ വീക്കാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഒന്ന് ഉഷാറാക്കി എടുക്കണം, എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ ഉള്ളത്, അപ്പൊ ആ കുട്ടികളോടൊക്കെ ഈ സമയം ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറയുക. ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പറയില്ല ആ സമയത്തിന് എന്തിനാണോ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് അതിന്റെ ഏറ്റവും ടോപ്പിൽ ഹൈപ്പറിൽ മാക്സിമത്തിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ് ഈ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത്. അപ്പൊ അത്രമാത്രം പ്രാധാന്യമുള്ളത് ഇത്. ഈ സമയത്തിന്റെ പ്രത്യേകതകൾ ഒരു 5-6 പ്രത്യേകതകൾ മാത്രം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇനിയും ഒരുപാട് പ്രത്യേകതകൾ ഈ സമയത്തിനുണ്ട്. അപ്പൊ ഇത്രമാത്രം പ്രാധാന്യമുള്ള ഒരു ടൈമാണ് ഈ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത്, ഈ പവർ ഓഫ് നമ്മുടെ ഈ ഏർലി മോർണിംഗ് എന്ന് പറയുന്നത്. ഏർലി മോർണിംഗിൽ എണീക്കാത്ത ഒരേ ഒരു ജീവി എന്ന് പറയുന്നത് അത് മനുഷ്യൻ മാത്രമാണ് അത്ര. ഈ ബയോളജിയിൽ, ഈ എക്കോസിസ്റ്റത്തിൽ, ഈ പ്രകൃതിയിൽ ഏർലി മോർണിംഗിൽ ഉണരാത്ത, ഈ ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണരാത്ത ഒരു വർഗം എന്ന് പറയുന്നത് മനുഷ്യവർഗം മാത്രമാണ്. ഈ പ്രകൃതിക്കൊക്കെ ഒരു എക്കോസിസ്റ്റം ഉണ്ട്, ഒരു ബയോളജിക്കൽ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം തെറ്റിച്ചുകൊണ്ട് ഓടുന്ന ഒരേ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരേ ഒരു ജീവി എന്ന് പറയുന്നത് മനുഷ്യൻ മാത്രമാണ്. ബാക്കി എല്ലാ ജീവജാലങ്ങളും ഏർലി മോർണിംഗിൽ ഉണരും, മനുഷ്യൻ ആ സമയത്തും ഉണരില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ബാക്കിയുള്ള ജീവികൾക്ക് നല്ല പ്രതിരോധ ശേഷിയും അവർക്ക് ആയുസ്സും ഒക്കെ ദീർഘായുസ്സും ഒക്കെ കിട്ടുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഏർലി മോർണിംഗിൽ ഉണരുന്നത് കൊണ്ടാണ്. അപ്പൊ ഏർലി മോർണിംഗിൽ ഉണരാത്ത ശീലം ഉണ്ടെങ്കിൽ അവരുടെ അത് ഹെൽത്തിനെ ബാധിക്കും, അവരുടെ ആയുസ്സിനെ ബാധിക്കും, അവരുടെ കാഴ്ച ശക്തി, കേൾവി ശക്തി, ഓർമ്മശക്തി, ഇതിനൊക്കെ എന്ത് ചെയ്യുന്ന അറിയാം, അത് ഡാമേജ് വരുത്തും. അപ്പം ബുദ്ധിയുള്ള മനുഷ്യന്മാർ മാത്രമാണ് അത്ര ഏർലി മോർണിംഗിൽ ഉണരാത്തത്. ബാക്കി എല്ലാ ജീവജാലങ്ങളും, സസ്യങ്ങള്, മൃഗങ്ങള്, പക്ഷികള്, എവരിത്തിങ്, മീനുകള്, മത്സ്യങ്ങള്, എല്ലാം, പറവകള് എല്ലാം ഈ ഏർലി മോർണിംഗിൽ ഉണരും. മനുഷ്യൻ മാത്രം ബുദ്ധിയും പക്വതയും ഉള്ള, വിഷയത്തിന്റെ ആയം അറിയുന്ന, ഗൗരവം അറിയുന്ന മനുഷ്യന്മാര് മാത്രം ഉറങ്ങിക്കിടക്കും. ഈ പിന്നെ മനുഷ്യന്മാര് അന്ത്യനാളെ കടക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ റീജൽസ് ടെസ്റ്റിലൊക്കെ ഉണ്ട്, മനുഷ്യന്മാര് രാത്രിയെ എന്ത് ചെയ്യും, പിന്നെ ഉണരും, പകൽ ഉറങ്ങുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ജനങ്ങൾ മാറും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ലോകാവസാനത്തെ പ്രതീക്ഷിക്കാന്നൊക്കെ ഏത് ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നുണ്ട്. നോക്കൂ ഇപ്പൊ എങ്ങനെയാന്നുള്ളത്. ഇന്ന് രാത്രികളാണല്ലോ മാർക്കറ്റുകളൊക്കെ സജീവമാകുന്നത്. പകൽ ഇപ്പൊ ഷോപ്പുകളൊക്കെ തുറക്കണമെങ്കിൽ 10 മണി 11 മണിയൊക്കെ ആവും ഷോപ്പുകളൊക്കെ തുറക്കണമെങ്കിൽ, അല്ലെ? 11 മണിയൊക്കെ ആകുമ്പോൾ കോഴിക്കോടൊക്കെ പോയി കഴിഞ്ഞാൽ, വലിയ ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ 12-1 മണിക്കൊക്കെയാണ് ബാംഗ്ലൂർ നഗരമൊക്കെ ഉണരുക. പക്ഷെ രാത്രി 2 മണി 3 മണി വരെയൊക്കെ എങ്ങനെ ഉണരും? അപ്പൊ ആ ഉറങ്ങേണ്ട സമയത്തെ, ബോഡിക്ക് വിശ്രമം കൊടുക്കേണ്ട സമയത്ത് മനുഷ്യന്മാർ ആക്റ്റീവ് ആകുന്നു. ബോഡിക്ക് പിന്നെ എന്ത് ചെയ്യണം, റെസ്റ്റ് കൊടുക്കേണ്ട സമയത്ത് പിന്നെ വിശ്രമിക്കുന്ന ഒരു സമയമൊക്കെയാണ്, പണിയെടുക്കുന്ന ഒരു സമയമൊക്കെയാണ് മനുഷ്യന്മാരിൽ കാണുന്നത്. അതുകൊണ്ടാണ് ഈ ഹാർട്ട് അറ്റാക്ക്, ഈ മനുഷ്യന്മാർക്ക് ജീവിതശൈലി രോഗങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള രോഗങ്ങള്, മരണങ്ങളൊക്കെ ഉണ്ടാകുന്നതിന്റെ ഒരു കാരണം ഈ പറയുന്ന ബയോളജിക്കൽ കലണ്ടർ തെറ്റിച്ചിട്ടുള്ള മനുഷ്യന്മാരുടെ പോക്കാണ് എന്നുള്ളത് കൂടി പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മനസ്സിലാക്കും. കൂടുതൽ ഞാൻ സംസാരിക്കുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ടൈം ആയും തോന്നൂല്ലേ മുഫി? ഉണ്ടോ ഇതില്? ഓൾമോസ്റ്റ് ടൈം ആയിട്ടുണ്ട്. നമുക്ക് 6:30-ക്കാണ് വൈകിട്ട്. ഓക്കെ.
അപ്പോ ഇതാണ് ആ ഒരു സമയത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഈ ബയോളജിക്കൽ കലണ്ടർ തെറ്റാത്ത രീതിയിലായിരിക്കണം നമ്മൾ ലൈഫിനെ ക്രമീകരിക്കേണ്ടത്. നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളെയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ബയോളജിക്കൽ കലണ്ടർ തെറ്റാത്ത രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ബയോളജിക്കൽ കലണ്ടർ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും പ്രകൃതിയിൽ ഒരു ടൈം നിശ്ചയിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കേണ്ടത് എപ്പോഴാണ് എന്നുള്ളതുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും പ്രകൃതിക്ക് ഒരു നിയമമുണ്ട്. ഡിന്നർ കഴിക്കുന്നതിനൊപ്പം ഒരു നിയമമുണ്ട്. അങ്ങനെ എല്ലാ നിയമങ്ങൾ പരമാവധി നമ്മൾ പാലിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടേണ്ട എല്ലാ ക്വാളിറ്റീസും എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടുക. ഈ പ്രകൃതിയുടെ കലണ്ടർ അഥവാ ബയോളജിക്കൽ കലണ്ടർ എക്കോസിസ്റ്റത്തെ തെറ്റിക്കാതെ മൂവ് ചെയ്യുമ്പോഴാണ് എന്നുള്ളത് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മനസ്സിലാക്കി വെക്കുക. അത് തെറ്റുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുന്നത്, ഡിപ്രഷൻ വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതിന്റെ കാരണം ഈ ഭക്ഷണം കഴിക്കേണ്ട സമയത്തല്ല കഴിക്കുന്നത്, ഉറങ്ങേണ്ട സമയത്തല്ല ഉറങ്ങുന്നത്, പിന്നെ പണിയെടുക്കേണ്ട സമയത്തല്ല പണിയെടുക്കേണ്ടത്. ഈ കലണ്ടർ തെറ്റുന്നതാണ് എന്നുള്ളത്, ബയോളജിക്കൽ കലണ്ടർ തെറ്റുന്നതാണ് എന്നുള്ളത് കൂടി പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മനസ്സിലാക്കും. കാരണം നമ്മുടെ ബോഡിക്ക് നമുക്ക് ഒരുപാട് വിശദമായിട്ട് പറയേണ്ടതാണ്. ബോഡി റെസ്റ്റ് ആവശ്യപ്പെടുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ബോഡിക്ക് റെസ്റ്റ് വേണം. ആ സമയത്ത് ബോഡി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ബോഡിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഇത് എന്താണ് സംഭവം എന്നുള്ളത്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാണ്, നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനൊക്കെ നന്നായിട്ട് ബാധിക്കും. കാരണം ഇങ്ങനെ ഒരു കൾച്ചർ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ടല്ലോ ഇപ്പം. ബയോളജിക്കൽ കലണ്ടറിനെ തെറ്റിയിട്ട് എതിരെ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം നന്നായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ അതിന്റെയൊക്കെ പിന്നെ ഭവിഷ്യത്തുകൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അതിനെ കാര്യങ്ങളനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യണം. ഇല്ലഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കേണ്ടതൊക്കെ 7 മണിക്കോ അല്ലെങ്കിൽ 7-7:30 മണിക്കൂർ മുന്നേ ബ്രേക്ക്ഫാസ്റ്റുകൾ കഴിക്കണം. അതുപോലെ ഡിന്നറും കഴിക്കേണ്ടത് 7-7:30 മുന്നേ ഡിന്നർ കഴിക്കണം. അപ്പോൾ മാത്രമാണ് ആ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് കിട്ടേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണോ അത് നമ്മുടെ ബോഡിക്ക് കിട്ടുക. നമ്മൾ രാവിലെ 7-8 മണി വരെയൊക്കെ ഇങ്ങനെ ഉറങ്ങും, എന്നിട്ട് 9 മണിയൊക്കെ സമയത്തൊക്കെ ഭക്ഷണം കഴിക്കുന്ന പ്രവണത ഒക്കെ ചില ആളുകളൊക്കെ കാണാറുണ്ട്. അപ്പൊ ആ ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടുന്നില്ല. നമ്മുടെ ബോഡിക്ക് എനർജി ആവശ്യം തേടുന്ന ഒരു ടൈം ഉണ്ട്. ആ സമയത്ത് എനർജി കൊടുക്കുന്നില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവസാനിക്കുന്ന സമയത്താണ് നമ്മൾ എനർജി കൊടുക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മുടെ ബോഡി ഇന്റേണൽ ഓർഗൻസിനെ ഇതൊക്കെ നമ്മൾ ബാധിക്കും. ഓക്കെ, അപ്പൊ ഞാനിങ്ങനെ അവസാനിപ്പിക്കുകയാണ്. ഇതാണ് ഈ ഏർലി മോർണിംഗ്സിന്റെ ഒരുപാട് പ്രത്യേകതകൾ. ഇന്ന് കുറച്ച് പ്രത്യേകതകൾ മാത്രം ഞാൻ പറഞ്ഞു. ഒന്ന് ഏറ്റവും പ്രധാനം വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ കഴിവുകൾ നമുക്ക് കിട്ടുന്ന ഒരു ടൈമാണ്. പിന്നെ കുട്ടികളുടെ സ്വഭാവം നമ്മിൽ രൂപാന്തരപ്പെടുന്ന സമയമാണ് ഏർലി മോർണിംഗിൽ എണീക്കുക എന്നുള്ളത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം ഈ സമയത്തിന്റെ പ്രത്യേകതകൾ എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മളും നമ്മുടെ ഫാമിലിയിലെ ആളുകളൊക്കെ ആ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു. മുഫി. യെസ് സർ, താങ്ക് യു ജാഫർ സർ, താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷൻ തന്നെയാണ് അവർക്ക് വേണ്ടിയിട്ട് സർ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. സോ ഇനി ഇവരുടെ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ സർ എടുത്ത സെഷൻ സംബന്ധിച്ച് ഇവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള ഒരു ടൈമാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയിക്കാവുന്നതാണ്. മാജിക് മോർണിംഗ്. ചിന്ത മാം, മോർണിംഗ്, പറഞ്ഞോളൂ. നല്ലൊരു സബ്ജക്റ്റാണ് സാർ എടുത്തുള്ളത്. കുട്ടികളെ കാര്യങ്ങൾ പറയുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ്. കാരണം കുഞ്ഞുങ്ങളെ എങ്ങനെ നമ്മൾ നോക്കി കാണേണ്ട ഒരു പ്രായമാണ് ഈ 1 വയസ്സ് തൊട്ടിട്ട് 7 വയസ്സ് വരെ എന്ന് പറയുന്നത്. അവര് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് പോലും ചിലപ്പോ അത് ആലോചിക്കാൻ പറ്റില്ല. അങ്ങനത്തെ കാര്യങ്ങൾ അവര് ചെയ്തുകൊണ്ടിരിക്കുക. നല്ലൊരു സെക്ഷനായിരുന്നു. അവരെ രാവിലെ എഴുന്നേക്കുന്നത് സത്യമാണ്. നേരത്തെ അത് രാത്രി കുട്ടികളൊക്കെ വരുമ്പോഴേക്ക് നേരം വൈകും. ചിലപ്പോ 12 മണിയുടെ ഉള്ളിലൊക്കെ മക്കൾ എത്തുവെച്ചെങ്കിൽ ജോലിയൊക്കെ എത്തുമെങ്കിൽ നമ്മൾ ഉറങ്ങണത് അവിടെ വൈകും. അപ്പൊ നമുക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റില്ല. എത്ര നേരത്തെ എഴുന്നേക്കണം എന്ന് കരുതിയാലും ചില ദിവസങ്ങളിൽ നമ്മൾ എഴുന്നേക്കാൻ പറ്റില്ല. കാരണം എന്തായാലും നമുക്ക് ഉറക്കം കുറച്ച് അത്യാവശ്യമാണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില ദിവസങ്ങളിലൊക്കെ അങ്ങനെ പെടാറുണ്ട്. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ നമ്മൾ നേരത്തെ എഴുന്നേക്കുന്നത്. ഈ ഒരു ബിമേജിക്കിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു ചിട്ട നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്, പുലർച്ചെ എഴുന്നേൽക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ഹെൽത്ത് പ്രോബ്ലം ഒന്നും ഇല്ലാതെ നമ്മൾ അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഓക്കെ സാറേ, നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. അതിലൊരു കാര്യം പറയാം, കുട്ടികൾക്ക് 5 വികാസങ്ങളുണ്ട്. 5 വികാസങ്ങൾ. ഈ 1 വയസ്സ് തൊട്ടിട്ട് ഞങ്ങൾ പറയണത് 2 വയസ്സാണ്. 2 വയസ്സ് തൊട്ടിട്ട് 6 വയസ്സ് വരെ 5 വികാസങ്ങളിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 5 വികാസങ്ങൾ നേടാൻ
കുറെ കാര്യങ്ങൾ ചെയ്യാണ്ട്. ഞാൻ അംഗൻവാടി ടീച്ചർ ആയതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് കേട്ടോ. ഓക്കെ, താങ്ക് യു സാറേ, താങ്ക് യു സോ മച്ച്. ഓക്കെ, വെരി ഗുഡ്. ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു സംഗതി നമുക്ക് TTC-ലൊക്കെ പഠിക്കുന്നുണ്ട്, BEd-ലൊക്കെ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. രഞ്ജിത്ത് സർ. താങ്ക് യു സോ മച്ച് സാർ. നന്നായിട്ടുണ്ടായിരുന്നു, വളരെ ടോപ്പിക്. ഇത് ഈ രാവിലെ എണീക്കുന്ന ചില കാറ്റഗറി ആൾക്കാർക്ക് രാവിലെ കംഫർട്ടബിൾ ആവാത്ത ഒരു ടൈപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഏർലി ബേർഡ്സും ലേറ്റ് നൈറ്റ് വൂൾഫും എന്ന് പറഞ്ഞിട്ട് 2 കാറ്റഗറി ഉണ്ടെന്ന് ഞാൻ എവിടെ കേട്ടു എന്ന് തോന്നുന്നു. ചില ആൾക്കാരുടെ പൊട്ടൻഷ്യൽ രാത്രി മാത്രം വരുന്ന ഒരു ടൈപ്പ് ആൾക്കാർ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ പുതിയ പഠനങ്ങളിലൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. ഇപ്പൊ പുതിയ പഠനങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്. ഈ ചില ആളുകൾക്കുള്ള ഒരു കംഫർട്ട് ടൈം, നമ്മുടെ കംഫർട്ട് ടൈമും കൂടി നോക്കണം എന്നിങ്ങനെ പറയാറുണ്ട്. ഇപ്പോ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ കുട്ടികളോട് പറയാറുണ്ട്, ഈ പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് സമയം നമ്മൾ ഈ ഏർലി മോർണിംഗ് ആണെന്ന് പറയും. എങ്കിലും ഈ മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ പറയാറുണ്ട്, ആ സമയം കുട്ടിക്ക് കംഫർട്ട് അല്ല എങ്കിൽ നിങ്ങൾക്ക് കംഫർട്ട് ഉള്ള ഒരു സമയം നിങ്ങൾക്ക് എടുത്ത് പഠിക്കാം, അതായിരിക്കും നല്ലതെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ബയോളജി അനുസരിച്ച്, ഒരു എക്കോസിസ്റ്റത്തിന്റെ ഒരു ബയോളജിയുടെ ലോ അനുസരിച്ചിട്ട് ശരിക്കും ബയോളജിയുടെ ഈ എന്ന് പറയുന്നുണ്ടല്ലോ, എക്കോ കലണ്ടർ, എക്കോസിസ്റ്റം എന്ന് പറയുന്നത് അതിനേതായാലും തെറ്റൂല. അപ്പം കംഫർട്ട് എന്ന് പറയുന്നത് ശരിക്കും ഏർലി മോർണിംഗ് തന്നെയാണ്. പിന്നെ ഈ പുതിയ നമ്മളില്ലേ മനുഷ്യന്മാർക്ക് ഇങ്ങനെ പുതിയ പഠനങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത് അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അതെ അതെ, ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, അതെ അതെ, ഏർലി മോർണിംഗ് തന്നെ ആയിരിക്കും. ഏർലി മോർണിംഗ് തന്നെയാണ് അതിന്റെ ഫസ്റ്റ് റൂട്ട് ബേസ്, അത് തന്നെയാണ്. പിന്നെ എന്താണ്, ആളുകൾ കംഫർട്ട് അനുസരിച്ച്, സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാം, ഉപയോഗപ്പെടുത്താന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. പുതിയ രീതിയിലുള്ള മനഃശാസ്ത്ര പഠനങ്ങളൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. അതെ അതെ. ഈ അതിരാവിലെ ഉള്ള മഞ്ഞുതുള്ളികളിൽ അമൃതബിന്ദുക്കൾ ഉണ്ടെന്നാ പറഞ്ഞു കേട്ടിരുന്നു ഈ പുരാണങ്ങളിലൊക്കെ. അപ്പൊ അതും ഒന്നും വെറുതെ ആവില്ലല്ലോ. കറക്റ്റ്. എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂർ പെട്ടെന്ന് പോയി, അറിഞ്ഞില്ല. ആ രീതിക്ക് തന്നെ സാറ് പ്രസന്റ് ചെയ്തു. ഓക്കെ, താങ്ക് യു സർ, രഞ്ജിത്ത് സർ. ഓക്കെ, താങ്ക് യു രഞ്ജിത്ത് സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കും ഇല്ല. ഈ അനു എന്ന് പറഞ്ഞിട്ടുള്ള ആളൊന്നാണ് മ്യൂട്ട് ചെയ്യാവോ? ഹലോ. മാം, ഓ, ഹലോ. പേരെന്തായിരുന്നു? അനുരശ്മി. ഓക്കെ മാം, ഫസ്റ്റ് ടൈം ആണോ ബി മാജിക്കില്? ഞാൻ മുന്നേ ചേർന്നുണ്ടായിരുന്നു, മുന്നേ 2 ആഴ്ച മുന്നേ. പിന്നെ എനിക്ക് പനിയും ആയതുകൊണ്ട് പിന്നെ ഒരാഴ്ച പിന്നെ എണീക്കാനൊന്നും പറ്റിയില്ല രാവിലെ. അതെ, ഓക്കെ, മേലുവേദനയൊക്കെ ആയതുകൊണ്ട് അതെ, ഇപ്പൊ ഓക്കെ. ഇന്നിപ്പോ 2ാമത് സ്റ്റാർട്ട് ചെയ്ത. ഇതില് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നോ ഓ, മാജിക്കില്? ചെയ്താണ്. ഓക്കെ മാം, ഇന്നത്തെ സെഷനെ കുറിച്ച് എന്താണ് മാമിന് പറയാനുള്ളത്? ഇല്ല, ചൈൽഡ് ഡെവലപ്മെന്റ് തന്നെയാണ് കുറെ. പിന്നെ ഈ രാവിലെ കുട്ടികൾ, ഈ പാല് കുടിക്കുന്ന കുട്ടികളൊക്കെ ചിലപ്പോൾ 4 മണിക്കൊക്കെ എണീക്കും. നമ്മളവരെ വേഗം കിടത്തി ഉറക്കുക തന്നെയാ ചെയ്യുക. രാവിലെ എണീക്കുന്നതിന്റെ ഒരു കാര്യമാണ് സാറ് പറഞ്ഞത്. നല്ല ക്ലാസ് ആയിരുന്നു, കുഴപ്പമില്ല. താങ്ക് യു മാഡം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു രശ്മി മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം മാക്സിമം നിങ്ങൾ നിങ്ങളുടെ നെയിം ആഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ദെൻ ഒരാൾക്കും കൂടെ ഫീഡ്ബാക്ക് പറയാനുള്ള ടൈം തരാം. ജാഫർ സർ, ഗുഡ് മോർണിംഗ്. മാജിക് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, എൻ്റെ പേര് സലീം എന്നാണ്. പക്ഷെ സാർ, എനിക്ക് 2 കാര്യം അറിയേണ്ടത്. ഒന്ന്, ഈജിപ്തിലൊരു സ്റ്റോറി പറഞ്ഞില്ലായിരുന്നോ, കുട്ടികളെ ഉണർത്തുന്നു. അവർ എന്നിട്ട് എന്താണ് അവർ ചെയ്യുന്നുണ്ടാവും? ഈ കുട്ടികൾ ജസ്റ്റ് ഇറക്കി ഉണർത്തിയിട്ട് എന്തായിരിക്കും, അല്ലെങ്കിൽ എന്തിന്റെ ബേസിലേക്ക് ഉണർത്തുന്നുള്ളത്, അല്ലെങ്കിൽ എന്ത് ആക്ടിവിറ്റി അവർ അടുത്ത് ചെയ്യും കുട്ടികളെ? ജസ്റ്റ് വീണ്ടും കിടക്കാൻ അനുവദിക്കും, അല്ലെങ്കിൽ അവരെന്ത് പ്രാർത്ഥനകളെ കുട്ടികളെ ശബ്ദം കേൾക്കാൻ, അതായത് പ്രഭാത പ്രാർത്ഥനകൾ ചെയ്യുകയാണെങ്കിൽ അത് കുട്ടിക്ക് എടുക്കാൻ വേണ്ടിയോ സംതിങ് അങ്ങനെ എന്തെങ്കിലും ആണോ? ശരിക്കും അവരിങ്ങനെ കുട്ടികളെ ഷെയ്ക്ക് ചെയ്യാറുണ്ട്, ഒന്ന് ജസ്റ്റ് ഉണർത്താറുണ്ട് എന്നുള്ളതാണ്. അത് ആ സമയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളിൽ എന്ത് ചെയ്യാനാണ്, അവർ ഉണർത്താറുണ്ട്. പിന്നെ അവർ ആ സമയം ഉണർത്തിയിട്ട് അവർ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യിപ്പിക്കാന്നില്ല. ചെറിയ ബേബികളെയാണ് അവർ ഉദ്ദേശിച്ചത്. ചെറിയ തൊട്ടിലൊക്കെ കിടക്കുന്ന ബേബികളെ പോലും അവരെന്ത് ചെയ്യാറുണ്ട്, ആ സമയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉണർത്താം.
ഒന്ന് നെട്ടുമല്ലോ, ഒന്ന് ഉണരുമല്ലോ, ആ ഉണർച്ച മാത്രം, അത്രമാത്രമാണ്. പിന്നെ അതിന് ശേഷം അവരെന്തെങ്കിലും കുട്ടികൾക്ക് കൊടുക്കാറുണ്ടോ? പ്രഭാത പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊണ്ടുപോകാറുണ്ടോ? ചെറിയ ബേബീസിനൊന്നും ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയില്ലല്ലോ. ചെറിയ ബേബീസിനൊന്നും അങ്ങനെ പ്രാർത്ഥനയിലേക്ക് ഇനിയിപ്പോ വേറെ എന്തെങ്കിലും റിലീജിയസ് ടെക്സ്റ്റുകളൊക്കെ കേൾപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഏതായാലും അവരങ്ങനെ ചെയ്യിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ് ആ ഒരു ടെക്സ്റ്റിൽ ഞാൻ വായിച്ചത്. അതാ കുട്ടി ഇങ്ങനെ ഭാവിയിൽ ഇങ്ങനെ ആ സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക് കൊണ്ടുവരാൻ വേണ്ടി ആയിരിക്കുമോ, അല്ലെങ്കിൽ ആ സമയം അതായത് എക്സാക്ട്ലി അത് തന്നെയായിരിക്കും. ആ കുട്ടികളുടെ അങ്ങനെ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ ഒരു സിസ്റ്റം കുട്ടികളിൽ ഉണ്ടാവും. ഡെഫിനറ്റ്ലി അത് തന്നെയായിരിക്കും അവരതിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഉണരുന്ന സമയത്ത്, അങ്ങനെ ചെയ്യുന്ന സമയത്ത് പിന്നെ കുട്ടികൾ എന്ത് ചെയ്യും, അതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാകും. ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യത്തിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാവും. ആ റിഫ്ലക്ഷൻ ഡെഫിനറ്റ്ലി അത് ഉണ്ടാവുമല്ലോ. അത് ഏത് കാലത്തായിരുന്നു അങ്ങനെ ഉണ്ടോ? ഏത് കാലത്തായിരുന്നു അല്ലെങ്കിൽ ഇപ്പൊ നിലവിൽ അറ്റ് പ്രസന്റ് പോലും ഉണ്ട്. ഇപ്പോഴും ഉണ്ട്. ആ ഒരു ഗ്രാമത്തിന്റെ പേര് പോലും എനിക്ക് ഓർമ്മയുണ്ട്. ഗ്രാമത്തിന്റെ പേര് തെരീം എന്നാണ്. തെരീം അറിയപ്പെട്ട ഗ്രാമമാണ്. അതെ അതെ, തെരീം എന്ന് പറയുന്നത് അത് ഇപ്പോഴും അറ്റ് പ്രസന്റ് ഫോളോ ചെയ്തൊരു സിസ്റ്റമാണ്. അറ്റ് പ്രസന്റ് പോലും എന്ത് ചെയ്യാറുണ്ട്, അവിടുത്തെ രക്ഷിതാക്കൾ ഇപ്പോഴും ആ പണ്ടേ തുടരുന്ന ഒരു സിസ്റ്റമാണ്. ഇപ്പോഴും ആ തെരീം എന്ന് പറയുന്ന ആ ഒരു പിന്നെ ഗ്രാമത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, ആ ഒരു സിസ്റ്റം ഇപ്പോഴും ഫോളോ ചെയ്യാറുണ്ട് നിലവിൽ. ഈജിപ്തിലുള്ള ഒരു ഈജിപ്ത് അല്ല, ഈജിപ്ത് തന്നെ എന്തോ തെരീം എന്നാണ് ഏതായാലും ഗ്രാമത്തിന്റെ പേര്. ഈജിപ്ത് ആണോ ഇനി യമനാണോ? പിന്നെ എണീറ്റാല് നമുക്ക് ഒരു ഉറക്കക്ഷതമോ നമുക്ക് എനർജറ്റിക് ഫീൽ ചെയ്യാറുണ്ട്. ചിലപ്പം ഒരു മന്ദഗതിയായിരിക്കും നേരവെളുപ്പുണ്ടാകണം വേദിക്കുന്നത്. സോ സാറൊക്കെ ക്ലാസ്സിൽ എങ്ങനെ ഇത്ര ആക്റ്റീവായിട്ട് സൗണ്ട് വരും? എനിക്ക് സൗണ്ട് പൊന്തില്ല. ഒരു സൗണ്ടൊക്കെ കറക്റ്റ് ആണെങ്കിൽ എന്തായാലും ഉണ്ടാവും. 7 മണി 8 മണിയൊക്കെ സൗണ്ട് ക്ലിയർ ആവണമെങ്കിൽ. ഇപ്പൊ എന്തായിരിക്കും സാർ എങ്ങനെ ഇതിനെ ഓർമ്മ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ നമുക്കതിനെ എടുക്കാന്നുള്ള കാര്യം നന്നായിരുന്നു. എത്ര മണിക്കാണ് സലീം സാർ ഉറങ്ങാറുള്ളത്? കിടക്കാറുള്ളത് എപ്പോഴാണ്? 11, 12 ഡിപ്പെൻഡ് ഓൺ വർക്ക്. ഓക്കെ ശരി. എനിക്ക് ഒരു എനർജി കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയായാലും 10 മണി 10:30 ഞാൻ എന്റെ കിടക്കാനുള്ള ശ്രമം നടത്തും. 10 മണി 10:30 സമയത്ത് എന്ത് ചെയ്യും, ഞാൻ കിടക്കും. ഒരു 4 മണിക്ക് ഞാൻ എഴുതും. അപ്പൊ ഒരു മനുഷ്യനിക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ പറയാറുണ്ട്, ഒരു മനുഷ്യൻ ഉറങ്ങേണ്ട സമയം 8 മണിക്കൂർ എന്നൊക്കെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ 8 മണിക്കൂർ എന്ന് പറഞ്ഞാൽ മാക്സിമം സമയമാണ്. ഒരു മിനിമം ഒരു മനുഷ്യന് ഉറങ്ങേണ്ട സമയം 5 hours ആണ് മിനിമം. നമ്മുടെ ഒരു ബോഡിക്ക് ഒരു പ്രായപൂർത്തി ആയ ഒരു ആൾക്ക് നമ്മളെ കേസിലിട്ട് ഒരു 10 കുട്ടികളല്ലാത്ത മുതിർന്ന മെച്യൂരിറ്റി ഉള്ള ആളുകൾ മിനിമം ഉറങ്ങേണ്ട സമയം, ബോഡിക്ക് കൊടുക്കേണ്ട റെസ്റ്റ് എന്ന് പറയുന്നത് 5 hours ആണ്. മാക്സിമം കൊടുക്കേണ്ടതാണ് 8 മണിക്കൂർ എന്ന് പറയുന്നത്. അപ്പൊ മിനിമം 5 hours നമ്മുടെ ബോഡിക്ക് റെസ്റ്റ്, സ്ലീപ്പിംഗ് എന്തുണ്ടാവും നമുക്ക് ഈ പറയുന്നത്. പിന്നെ ഉറക്കച്ചടവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ മിനിമം 5 hours ഉറങ്ങണം. അപ്പൊ 4 മണിക്ക് എണീക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 10 മണിക്ക് നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്യണം. അപ്പൊ നമ്മൾ 11 മണി 10 ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 4 മണിക്ക് എണീക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് വേണ്ടി വിശ്രമത്തിന് വേണ്ടി ബോഡി വീണ്ടും നമ്മളെ എന്ത് ചെയ്യും, അതിലേക്ക് വലിച്ചുകൊണ്ടിരിക്കും. ബോഡിക്ക് വേണ്ടിയിട്ടുള്ള റെസ്റ്റിംഗ് സമയം ഉണ്ടല്ലോ, അത് ബോഡി ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. ആ സ്ഥാനത്ത് നമ്മൾ 10 മണിക്ക് ഉറങ്ങി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 10 മണി 10:30 ആകുന്ന സമയത്ത് 11 മണിന്റെ മാക്സിമം ഉള്ളിൽ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു 4 മണിയാവുന്ന സമയത്ത് നമുക്ക് 5-6 മണിക്കൂർ വരെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള മിനിമം വിശ്രമം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഉറക്കച്ചെലവുകൾ പൊതുവെ ഉണ്ടാവില്ല. പിന്നെ ഏത് മനുഷ്യനിക്കായാലും എത്ര ശീലമുള്ള ഒരാളാണെങ്കിലും ഓട്ടോമാറ്റിക്കലി നമ്മൾ എണീക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു പ്രയാസം ഉണ്ടാവും എന്നുള്ളത് അതൊരു പ്രകൃതിയുടെ നിയമമാണ്. ആ ഒരു ഇതിനെ നമ്മൾ അതിജീവിക്കലും കൂടിയാണ് ആ ഒരു പ്രയാസം ഉണ്ടല്ലോ, ആ ഒരു സുഖക്കുറവ്. ആ സുഖക്കുറവിന് പിന്നെ അതിജീവിക്കുക എന്നുള്ളത് ആണ് നമ്മളൊരു മനുഷ്യൻ ചെയ്യേണ്ട ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. അത് ഇപ്പൊ ഞാൻ എണീക്കുന്ന സമയത്ത് 4 മണിക്ക് എണീക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ചെറിയ ചടവുണ്ട്, നമുക്ക് വീണ്ടും കിടക്കാനൊക്കെ തോന്നും. പക്ഷെ ആ ഒരു ചലഞ്ചസിനും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഓവർകം ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ഒരു എന്താ പറയുന്നത് അപ്പൊ ഈ എന്താ പറയുക സാർ, എന്താ പറഞ്ഞേ? അവർ ലേസിനെസ്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഇനീഷ്യലി ചെയ്യാൻ പറ്റുന്നെങ്കിലും നമ്മൾ മെഡിറ്റേഷനിലേക്ക് ഇരിക്കുകയാണെങ്കിൽ വീണ്ടും മൈൻഡ് ഒരു കാംനെസ് പോകുമ്പോൾ വീണ്ടും നമുക്ക് ഉറക്കം കയറും, അല്ലെങ്കിൽ അതിലേക്ക് പോകും. ഞാൻ എനിക്ക് ഫീൽ ആകാൻ അങ്ങനെയാണ്. ഏർലി മോർണിംഗ് തന്നെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എനിക്കുള്ളിൽ തന്നെ ചിലപ്പോൾ ഇങ്ങനെ ഉറക്കം വരും. അപ്പൊ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റില്ല? ഞാൻ പറയാം, ഈ മിനിമം 5 hours നമ്മൾ ബോഡിക്ക് ഉറപ്പ് വരുത്തില്ലെങ്കിൽ ശരീരം നമ്മളെ വീണ്ടും ഇത് തേടിക്കൊണ്ടേയിരിക്കും. അതാണ്. അപ്പൊ അത് ശ്രദ്ധിച്ചാൽ മതി. 5 hours നമ്മൾ ബോഡിക്ക് കൊടുത്തു. മിനിമം 5 hours പ്രായപൂർത്തിയായ കുട്ടികളുടെ കേസിലല്ല കേട്ടോ. കുട്ടികളുടെ കേസിൽ 5 മണിക്കൂർ പോരാ കുട്ടികൾക്ക് ഉറങ്ങുന്നത്. പ്രായപൂർത്തിയായ നമ്മളെ പോലെയുള്ള യുവാക്കളായിട്ടുള്ള
മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം മിനിമം 5 hours ബോഡിക്ക് നമ്മൾ റെസ്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ശരീരം നമ്മളോട് വീണ്ടും അത് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിങ്ങനെ ആ ഉറക്കച്ചടവ് നൽകിയിട്ട് നമ്മുടെ ബോഡി ആ റെസ്റ്റിംഗ് നമ്മുടെ ബോഡി ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ആ സ്ഥാനത്ത് 5 മണിക്കൂർ നിങ്ങൾ മിനിമം 5-6 മണിക്കൂർ നിങ്ങൾ ബോഡിക്ക് ഉറക്കം കൊടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൊതുവെ ഈ പറയുന്ന ഈ വീണ്ടും നമ്മുടെ ശരീരം ഉറക്കിന് തേടാറില്ല. അങ്ങനെയാണ് അതിന്റെ ഒരു പഠനമുള്ളത്. സൈക്കോളജി അതിന്റെ ഒരു സയൻസ് അങ്ങനെയാണ് കേട്ടോ. 5-6 മണിക്കൂർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബോഡി ശരിക്കും എന്ത് ചെയ്യില്ല, നമ്മുടെ ഈ ഒരു ഉറക്കിന് റെസ്റ്റിനെ ശരിക്കും തേടൂല. അതില്ല എങ്കിൽ നമ്മൾ 12 മണിക്ക് 1 മണിക്കൊക്കെ ഉറങ്ങി 4 മണിക്ക് എണീക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ചെയ്യും. എത്ര ശീലമുള്ള ആളാണെങ്കിലും വീണ്ടും നമ്മുടെ ബോഡി നമ്മുടെ ഉറക്കിനെ അങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഉറക്കം എന്ന് ഉദ്ദേശിക്കുന്നത് ബോഡി ആവശ്യപ്പെടുന്നത് റെസ്റ്റ് എന്നുള്ളതാണ്. റെസ്റ്റിനെ ബോഡി ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ക്രമീകരിച്ച് നോക്കും. 10 മണിക്ക് ഉറങ്ങുന്നു, എന്നിട്ട് 4 മണിക്ക് എണീക്കുന്ന രീതിയും കൊണ്ടുവന്നു. പിന്നെ നിങ്ങൾക്ക് ഉറക്കച്ചടവ് ഉണ്ടാകാൻ സാധ്യത 90% ഉണ്ടാവാൻ കുറവായിരിക്കും. ഓക്കെ, താങ്ക് യു സലീം സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ ജാഫർ സർ നമ്മളിപ്പോ 5 minutes ലേറ്റ് ആണ്, നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ എന്നാല്? ഓക്കെ, അപ്പം ഇന്നത്തെ ഈ ഒരു സെഷൻ എടുത്തിട്ടുള്ള ജാഫർ സാറിനും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ ബി മാജിക് മെമ്പേഴ്സിനും താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. ഓക്കെ, എല്ലാവരും ലീവ് ചെയ്തോളും കേട്ടോ. ഹാവ് എ നൈസ് ഡേ. ബൈ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.